നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എയർ മോട്ടോഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനു മുന്നേ എയർ സിലിണ്ടേഴ്സിൻ്റെ വർക്കിങ്ങും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇത് നമ്മൾ ഡീൽ ചെയ്യുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് എയർ സിലിണ്ടർ. മൊഡ്യൂൾ 4-ലെ എയർ സിലിണ്ടേഴ്സ് എന്നുള്ള ആക്ച്വേറ്റേഴ്സ് ഏതൊക്കെ തരത്തിലാണ് ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഉപയോഗപ്പെടുത്തുന്നത്, ഏതൊക്കെ ഫീൽഡിലാണ് എന്നുള്ളത് നമുക്കൊന്ന് എന്ത് ചെയ്യണം, ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യണം, അത് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം ഡി സി വികളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. എന്താ ഡി സി വി എന്ന് പറഞ്ഞാൽ? ഓൾറെഡി നമ്മൾ ഹൈഡ്രോളിക്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഡി സി വി എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്ഷണൽ കൺട്രോൾ വാൾവ്. ഓക്കെ, ഡയറക്ഷനാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ദിശകളാണ്. ഈ ന്യൂമാറ്റിക്സിലാണെങ്കിലും ഹൈഡ്രോളിക്സിലാണെങ്കിലും കംപ്രസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ ആ ഒരു ഫ്ലോ പാത്ത്, ആ ഒരു ഡയറക്ഷൻ, അതാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഹൈഡ്രോളിക്സിൽ നമ്മൾ പഠിച്ച സെയിം ഡയറക്ഷണൽ കൺട്രോൾ വാൾവുകൾ തന്നെയാണ് ന്യൂമാറ്റിക്സിലും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഇതിലുള്ളൂ. പക്ഷെ അതൊരു വലിയ മാറ്റങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എന്നിരുന്നാലും ന്യൂമാറ്റിക്സിലെ ഡി സി വിയും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കത് മനസ്സിലാക്കാം. അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആവും. ഇത് ഞാനിവിടെ പഠിച്ചിട്ടുണ്ട്, ഹൈഡ്രോളിക്സിൽ ഇതേപോലെ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിരുന്നാലും ചില ഡി സി വികളൊക്കെ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് കാണുമ്പോൾ നമുക്കൊരു ഡിഫറൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ആക്ച്വലി ന്യൂമാറ്റിക്സിൽ നമുക്ക് ഡി സി വി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഓക്കെ, അത് അറിഞ്ഞിരിക്കണമല്ലോ. ഹൈഡ്രോളിക്സിലും ന്യൂമാറ്റിക്സിലും ഡി സി വികൾ സെയിം ആണെന്ന് പറയുമെങ്കിൽ പോലും എന്ത് ചെറിയ മാറ്റങ്ങളാണ് അതിലുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം ഡീൽ ചെയ്യുന്നത് അപ്ലിക്കേഷൻ ഓഫ് എയർ സിലിണ്ടേഴ്സ് ആണ്. എയർ സിലിണ്ടേഴ്സ് ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒന്നാമത്തെ കാര്യം മൈനിങ് ഫീൽഡിൽ, ഖനനം അല്ലേ. മൈനിങ് ഫീൽഡിൽ, മൈനിങ് ഇൻഡസ്ട്രിയിൽ എയർ സിലിണ്ടേഴ്സ്, അതായത് ന്യൂമാറ്റിക്സ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന എയർ സിലിണ്ടേഴ്സ് നമ്മൾ ബ്രോഡ്ലി ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഫയർ ഹസാർഡ്സ്. മൈനിങ്ങിൽ ഫയർ ഹസാർഡ്സ് എന്നുള്ളത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ഈ ന്യൂമാറ്റിക്സിൻ്റെ പ്രത്യേകത എയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കംപ്രസ്ഡ് എയർ എന്തല്ല, ഒരു ഫയർ ഹസാർഡിൽപ്പെട്ട ഒരു വസ്തുവല്ല. സോ മൈനിങ്ങിൽ ഏറ്റവും കൂടുതൽ എയർ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യാൻ കാരണം, എയർ സിലിണ്ടേഴ്സ് മീൻസ് ന്യൂമാറ്റിക്സ് അപ്ലൈ ചെയ്യാനുള്ള ഒരു കാരണം ഫയർ ഹസാർഡ്സിനെതിരെയാണ് അല്ലേ, പ്രൊട്ടക്ഷൻ. ആണോ, ന്യൂമാറ്റിക് appliances are essentially used in mining because of protection against fire hazards. Okay, compressed air is used for running മോട്ടോഴ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കംപ്രസ്ഡ് എയർസ് യൂസ് ചെയ്യും. റോളേഴ്സ്, മൈനിങ് ടൂൾസ് ആൻഡ് ഫോർ അതർ പുള്ളിങ് ആൻഡ് പുഷിങ് എക്യുപ്മെൻറ്റ്സ്. ഓക്കെ, ഇത് എയർ സിലിണ്ടേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും ഇവിടെ മോട്ടോഴ്സൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊരു ബ്രോഡ്ലി ആപ്ലിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എയർ സിലിണ്ടേഴ്സിൻ്റെ കൂടെ ഈ വക കാര്യങ്ങളൂടെ മനസ്സിലാക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ന്യൂമാറ്റിക്സിനെ ഇപ്പോൾ ഇതുവരെ പറഞ്ഞതിന് ശേഷം ടോട്ടലി കംപ്രസ്ഡ് എയർ എന്തിനൊക്കെ മൈനിങ് ഫീൽഡിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം കൺക്ലൂഡ് ചെയ്ത് മനസ്സിലാക്കുക, മൈനിങ്ങിൽ ന്യൂമാറ്റിക്സ് എന്നുള്ള ആ ഒരു ടെക്നോളജി എഫക്റ്റീവ്ലി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ടാമത് പ്രസ് വർക്ക്. എയർ സിലിണ്ടേഴ്സിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനാണ് പ്രസ് വർക്ക്. അപ്ലിക്കേഷൻ ലൈക്ക് പവർ പ്രസ്, ഹാമേഴ്സ്, ഡ്രോയിങ് മെഷീൻസ് ആർ ഓപ്പറേറ്റഡ് ബൈ കംപ്രസ്ഡ് എയർ. പ്രസ് വർക്ക് എന്ന് പറഞ്ഞാൽ, പ്രസ് ചെയ്യാൻ എന്താ, ഒരു അമർത്തൽ കൊടുക്കുക അല്ലേ. നമ്മൾ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അങ്ങനെ ഒരുപാട് മാനുഫാക്ചറിങ് ടെക്നോളജീസ് ഉണ്ട്. ആ മാനുഫാക്ചറിങ് ടെക്നോളജീസൊക്കെ നിങ്ങൾ PPSC എന്നുള്ള സബ്ജക്റ്റിൽ മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരം ഫീൽഡിലൊക്കെ നമുക്ക് എയർ സിലിണ്ടേഴ്സിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഓക്കെ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ന്യൂമാറ്റിക്സ് എന്നുള്ള ടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷനാണ്. സോ ആ ന്യൂമാറ്റിക്സിൽ ഉൾപ്പെടുന്നതാണ് എയർ സിലിണ്ടേഴ്സ്. അപ്പോൾ എയർ സിലിണ്ടേഴ്സിൻ്റെ ആപ്ലിക്കേഷനിൽ പെട്ട മറ്റൊരു ഫീൽഡാണ് പ്രസ് വർക്കിങ്ങിൽ. പ്രസ് ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്രസ് ഫീൽഡ് മീൻസ് അച്ചടിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, പ്രസ് ചെയ്യുക, അമർത്തുക. എവിടെയൊക്കെ അമർത്തലുകൾ ആവശ്യമുണ്ടോ അത്തരം ഫീൽഡുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എയർ സിലിണ്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടി, കംപ്രസ്ഡ് എയറിൻ്റെ സഹായത്തോടു കൂടി ന്യൂമാറ്റിക്സ് എന്ന ടെക്നോളജി ഉപയോഗപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തത് പവർ ഹാമേഴ്സ്, അതേപോലെ ബെൻഡിങ് ഫിക്സ്ചേഴ്സ്. ഹാമർ പറഞ്ഞാൽ ചുറ്റിക അല്ലേ. പവർ ഹാമേഴ്സ് ഉദ്ദേശിക്കുന്നത് മാനുവലി ഓപ്പറേറ്റഡ് അല്ല, എയർ സിലിണ്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടി ന്യൂമാറ്റിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹാമേഴ്സിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, പവർ ഹാമേഴ്സ് പറഞ്ഞാൽ മാനുവലി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി
പവർ നമുക്ക് ആ ഹാമർ കൊണ്ട് അവിടെ ഡെവലപ്പ് ചെയ്യാൻ കിട്ടും. അതുപോലെ ബെൻഡിങ് ഫിക്സ്ചേഴ്സ് ആണ് ഏതെങ്കിലും ഒരു വസ്തുക്കളൊക്കെ വളക്കണം എന്നുണ്ടെങ്കിൽ, ബെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എയർ സിലിണ്ടേഴ്സ് യൂസ് ചെയ്തിട്ട്, കംപ്രസർ എയർസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിൽ എയർ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കംപ്രസർ എയർ യൂസ് ചെയ്യാറുണ്ട്. ഇഞ്ചക്ഷൻ മോൾഡിങ് ഓപ്പറേഷൻസ്, പ്രസ് മോൾഡിങ് ഓപ്പറേഷൻസ്, ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിലും ന്യൂമാറ്റിക്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്, ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലൊക്കെ എയർ ബ്രേക്സ്, എയർ ഓപ്പറേറ്റഡ് ജാക്സ്, ഇതൊക്കെ ആക്ച്വലി എയർ സിലിണ്ടേഴ്സ് എന്നുള്ള ആ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടാണ്. ഓക്കെ, ഒരു പിസ്റ്റൻ്റെ ഒരു സൈഡിൽ എയർ ആക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് റോഡ് പുറത്തേക്ക് വരും. അതൊരു കണക്റ്റിംഗ് റോഡാക്കി എടുക്കാം, അല്ലെങ്കിൽ ഒരു പുഷ് റോഡാക്കി എടുക്കാം. നിങ്ങൾ ഈ വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ വലിയ ട്രക്കുകളും ലോറികളിലൊക്കെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് ആ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ലിവർ പുറത്തേക്ക് ഉള്ളിലേക്കും പോകുന്നത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതൊക്കെ എയർ ബ്രേക്കിൻ്റെ ഒരു സംവിധാനം, എയർ സിലിണ്ടേഴ്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, എയർ സിലിണ്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. മെഷീൻ ഷോപ്പിൽ ക്ലാമ്പിങ്, ഇജക്റ്റിംഗ്, ഡ്രില്ലിംഗ്, മില്ലിംഗ്, ഗ്രൈൻഡിങ് ഓപ്പറേഷൻസ്, ഇത്തരം ഓപ്പറേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എയർ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്, ലിഫ്റ്റ്, ക്രെയിൻ, എക്സെട്ര, അങ്ങനെ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്ന മേഖലകളിലും എയർ സിലിണ്ടേഴ്സ് എന്നുള്ള ന്യൂമാറ്റിക്സ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന എയർ സിലിണ്ടേഴ്സ് എന്നുള്ള ആക്ച്വേറ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് വളരെ വലുതാണ്. ദെൻ എയർ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുന്ന മറ്റൊരു വിഭാഗമാണ് ടെക്സ്റ്റൈൽസ്, ലെതർ, സെറാമിക് ഇൻഡസ്ട്രീസ്. അതായത് ഏറ്റവും നമ്മൾ സമ്മറൈസ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ എയർ സിലിണ്ടേഴ്സ് വൈഡ്ലി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂമാറ്റിക്സ് എന്നുള്ള ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ DCVകളാണ്. ഓക്കെ, DCV, ഡയറക്ഷണൽ കൺട്രോൾ വാൾവ്. ഇനി ഞാൻ അതിന് മുന്നൊക്കെ 2-way DCV എന്നൊക്കെ കൊടുത്തിരുന്നത്. ഇനി അങ്ങനെയൊന്നും കൊടുക്കില്ല. നമുക്ക് എന്ത് സംസാരിച്ചാൽ മതി, 2x2 DCV എന്ന് സംസാരിച്ചാൽ മതി. 2x2 DCV എന്ന് നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ വാല്യൂ സൂചിപ്പിക്കുന്നത് ഈ DCVക്ക്, അതായത് ഡയറക്ഷണൽ കൺട്രോൾ വാൾവ്, ഈ വാൾവിന് എത്ര പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ സംഖ്യ, അല്ലേ? 2 പോർട്ടുള്ളത്, പോർട്ട് A, പോർട്ട് P. ദെൻ രണ്ടാമത്തെ 2x2 എന്നുള്ള by2 എന്ന് സൂചിപ്പിക്കുന്നത് എത്ര പൊസിഷൻസ് ഉണ്ട്, എത്ര പൊസിഷൻസിൽ നമുക്ക് ഈ വാൾവ് ആക്ച്വേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ സംഖ്യ സൂചിപ്പിക്കുന്നത്. നോക്കാം ഏതൊക്കെയാണ് 2 പൊസിഷൻസ് എന്നൊക്കെ നോക്കാം. ഒന്നാമത്തെ പൊസിഷൻ ഈ ഒരു പൊസിഷനാണ്. ഈ ഒരു പൊസിഷൻ്റെ സമയത്ത് മനസ്സിലാവും, P എന്നുള്ള പോർട്ടിലൂടെ കംപ്രസർ എയർ വന്നു കഴിഞ്ഞാൽ അത് A എന്നുള്ള പോർട്ടിലൂടെ ആക്ച്വേറ്ററിലേക്ക് പോകില്ല. കാരണം ഇവിടെ ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുവഴി എയർ കയറും, ഇങ്ങോട്ട് പോകാൻ ശ്രമിക്കും, പക്ഷേ ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇങ്ങോട്ട് പോകാൻ ശ്രമിക്കും, ഇവിടെയും ക്ലോസ്ഡ് ആണ്. അപ്പോൾ കംപ്രസർ എയർ ഒരു കാരണവശാലും P എന്നുള്ള പോർട്ടിലൂടെ വാൾവിൻ്റെ ഉള്ളിലേക്ക് കയറി A എന്നുള്ള പോർട്ടിലൂടെ ആക്ച്വേറ്ററിലേക്ക് പോകില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ 2 പോർട്ടുകളും തമ്മിൽ എന്തല്ല, കണക്റ്റഡ് അല്ല ഈ പുഷ് ബട്ടൺ ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇനി നമ്മൾ ഈ പുഷ് ബട്ടണിൽ നിന്നും കൈ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കൈ കൊണ്ടാണ് പുഷ് ബട്ടൺ അമർത്തുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ ഏത് പവറാണോ ആ പവർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോഴ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പ്രിങ്, കംപ്രസ് ചെയ്ത സ്പ്രിങ് ഈ ഒരു സ്പൂളിനെ റൈറ്റിലേക്ക് മൂവ് ചെയ്യിക്കും. ഓക്കെ, റൈറ്റിലേക്ക് മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഈ ഒരു സ്പൂള് പിയുടെയും അപ്പുറത്ത് വന്ന് നിൽക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, പിയും എയും തമ്മിൽ കണക്റ്റഡ് ആവും. P എന്നുള്ള പോർട്ടും A എന്നുള്ള പോർട്ടും കണക്റ്റഡ് ആവും. സോ P എന്നുള്ള പോർട്ടിലൂടെ കംപ്രസർ എയർ കയറി A എന്നുള്ള പോർട്ടിലൂടെ ഇത് ആക്ച്വേറ്ററിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, ഈ 2 പൊസിഷനാണ്. ഇവിടെ ഇങ്ങനെ ആദ്യം ഒരു ചതുരം കൊടുത്തിട്ടുണ്ട്, പിന്നെ വേറൊരു ചതുരം കൊടുത്തിട്ടുണ്ട്. ഈ 2 ചതുരം സൂചിപ്പിക്കുന്നത് ഈ by2 ആണ്, 2 പൊസിഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഓരോ ചതുരത്തിൻ്റെ മുകളും P എന്നും A എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 2 പോർട്ടാണ്, അതാണ് ഒന്നാമത്തെ വാല്യൂവിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കറിയാം പിയും എയും തമ്മിൽ എന്തല്ല, കണക്റ്റഡ് അല്ല. ഉണ്ടോ, പിയും എയും തമ്മിൽ എന്തല്ല, കണക്റ്റഡ് അല്ല, ഒരു ലൈൻ വെച്ച് ക്രോസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പൊസിഷനിൽ നമുക്കറിയാം പിയിൽ നിന്നും എയിലേക്ക് കംപ്രസർ എയർ ഒഴുകുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പിയിൽ നിന്നും തുടങ്ങി എയിൽ അവസാനിക്കുന്ന രൂപത്തിൽ ആരോ വരച്ചിട്ടുള്ളത്. മുകളിൽ ഇങ്ങനൊരു സിമ്പിൾ കൊടുക്കാൻ കാരണം ഇതൊരു പുഷ് ബട്ടൺ, മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പുഷ് ബട്ടൺ യൂസ് ചെയ്തിട്ട് പവർ
ഫോഴ്സ് ഇൻപുട്ട് കൊടുക്കുന്ന ഒരു വാൾവാണ്, DCV ആണെന്നാണ് മീൻ ചെയ്യുന്നത്. സോളിനോയിഡ് ആണെങ്കിൽ അതിന് സിമ്പിൾ വേറെ ഉണ്ട്. വാൾവ് ആക്ച്വേറ്റഡ് ആണെങ്കിൽ ക്യാം ആക്ച്വേറ്റഡ് ആണെങ്കിൽ അതിന് വേറെ സിമ്പിൾ ഉണ്ട്. ഓക്കെ, താഴെ ഇവിടെ ഒരു സ്പ്രിങ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ എന്തിൻ്റെ ഒരു സഹായം കൂടെ ഉണ്ട്, സ്പ്രിങ് എന്നുള്ള കമ്പോണൻറ്റിൻ്റെ ഒരു ഹെൽപ്പും കൂടെ, അല്ലെങ്കിൽ അത്തരം ഒരു ഈ സ്പ്രിങ്ങിൻ്റെ ഒരു ഫംഗ്ഷനും കൂടെ ഈ വാൾവിൽ DCVയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഈ 2/2 DCV കഴിഞ്ഞാൽ അടുത്ത 3/2 DCV ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3 എന്ന് സൂചിപ്പിക്കുന്നത്, ആദ്യത്തെ വാല്യൂ സൂചിപ്പിക്കുന്നത് 3 പോർട്ട് ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ വാല്യൂ സൂചിപ്പിക്കുന്നത് ഈ DCVക്ക് എത്ര പൊസിഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. നോക്കാം. അപ്പോൾ 3/2 DCV ഡയറക്ഷണൽ കൺട്രോൾ വാൾവ് എന്താണെന്നുള്ളത് നോക്കാം. ഈ 3/2 DCVയിൽ ആദ്യമായി നമുക്ക് ഈ കാണുന്ന ഫിഗറിൽ മനസ്സിലാവും, ഇവിടെ ആക്ച്വേറ്ററും അതേപോലെ തന്നെ ആറ് മീൻസ് ഒരു ടാങ്കോ അല്ലെങ്കിൽ എക്സോസ്റ്റോ എന്ത് കൊടുക്കുക, എക്സോസ്റ്റ് എടുത്താൽ മതി. ഇവിടെ ടാങ്ക് ഇല്ല, കാരണം ഹൈഡ്രോളിക്സിലാണ് നമ്മൾ യൂസ് ചെയ്ത ഓയിലിനെ വീണ്ടും ടാങ്കിൽ സ്റ്റോർ ചെയ്യുക. ന്യൂമാറ്റിക്സിൽ അങ്ങനെ സ്റ്റോർ ചെയ്യില്ല. ന്യൂമാറ്റിക്സിൽ അത് കംപ്രസർ എയർ ആക്ച്വേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് ഡയറക്റ്റ്ലി നമ്മളത് പുറന്തള്ളുകയാണ് ചെയ്യുക. പക്ഷേ ഡയറക്റ്റ്ലി പുറം തള്ളൂല, ഒരു മഫ്ലറിൻ്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും എപ്പോഴും അറ്റ്മോസ്ഫിയറിലോട്ട് നമ്മൾ തള്ളുക. കാരണം ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ എയർ ബ്രേക്സ് സംവിധാനത്തിലൊന്നും മഫ്ലറിൻ്റെ ആവശ്യമില്ല. ഒരു ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നോയ്സ് കുറക്കാൻ വേണ്ടി. അപ്പോൾ നോയ്സ് എവിടെയൊക്കെ റിഡ്യൂസ് ചെയ്യണോ അത്തരം മേഖലകളിൽ മഫ്ലറിൻ്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കണം കംപ്രസർ എയറിനെ ഡയറക്റ്റ്ലി അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ എക്സ്പോസ് ചെയ്യാൻ. ഓക്കെ, സോ 6 എന്നുള്ളൊരു എക്സോസ്റ്റ് പോർട്ടാണ്. ഇപ്പോൾ ഈ ഒരു പൊസിഷൻ സൂചിപ്പിക്കുന്നത് ആക്ച്വേറ്ററിൽ കംപ്രസർ എയർ വർക്ക് ചെയ്തിട്ട് ആ കംപ്രസർ എയറിനെ നമ്മൾ എന്ത് ചെയ്യണം, എക്സോസ്റ്റ് പോർട്ടിലൂടെ പുറന്തള്ളുകയാണ്. ഇനി നോക്ക്, നമ്മൾ ഈ പുഷ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ ഒരു സ്പൂള് എന്നുള്ള പോർട്ടിൻ്റെ ഇപ്പുറത്ത് വന്ന് നിൽക്കും. ഓക്കെ, എന്നുള്ള പോർട്ടിൻ്റെ ഇപ്പുറത്ത് വന്ന് നിൽക്കും. അതിനോടൊപ്പം തന്നെ ഈ സ്പ്രിങ് കംപ്രസ് ചെയ്യും. ഈ സമയത്ത് എയും ആറും തമ്മിൽ കണക്റ്റഡ് അല്ല. ഏതും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുക, പിയും എയും തമ്മിലായിരിക്കും കണക്റ്റഡ് ആയിരിക്കുക. സോ പിയിലൂടെ കംപ്രസർ ആക്ച്വേറ്ററിലേക്ക് പോകും ആ സമയത്ത്. ഇനി പുഷ് ബട്ടണിൽ നിന്ന് ഫോഴ്സ് റിലീസ് കഴിഞ്ഞാൽ ഈ സ്പ്രിങ് എന്ത് ചെയ്യും, ഈ സ്പൂളിനെ തിരിച്ച് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ഈ സെയിം പൊസിഷനിലേക്ക് വന്ന് നിർത്തും. ഈ സമയത്ത് ആക്ച്വേറ്ററിൽ നിന്നും എക്സോസ്റ്റ് പോർട്ടിലൂടെ കംപ്രസർ എയർ അതിൻ്റെ ആ ഒരു പവർ, അതിൻ്റെ ഒരു പ്രഷർ യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം അത് പുറന്തള്ളപ്പെടും. ഓക്കെ, ഇതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇത് പുഷ് ബട്ടൺ ഈ ഭാഗം എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി, ഈ സ്പ്രിങ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. ഒന്നാമത്തെ പൊസിഷനാണ് ഈ കാണുന്നത്, ഇത് രണ്ടാമത്തെ പൊസിഷനാണ്. ഒന്നാമത്തെ പൊസിഷൻ്റെ പ്രത്യേകത, പിയിൽ നിന്ന് മേലേക്ക് കംപ്രസർ എയർ ഒഴുകും. ആ സമയത്ത് ക്ലോസ്ഡ് ആണ്, എന്നുള്ള പോർട്ട് ക്ലോസ്ഡ് ആണ്. ഈ പൊസിഷനിൽ പ്രത്യേകത, ഈ ആക്ച്വേറ്ററിൽ നിന്നും എക്സോസ്റ്റ് പോർട്ടിലേക്ക് ചിലവർ പറയും 6 വരെ ഈ കൊടുത്തുകൂടെ എന്നൊക്കെ പറയും. എന്ത് കൊടുത്താലും പ്രശ്നമില്ല. ഇവിടെ പോർട്ട് എയും പോർട്ട് ആർ അത്ര സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ പോർട്ട് എയിൽ നിന്നും പോർട്ട് ആറിലേക്ക്, അതായത് ഈ സമയത്ത് ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്, പക്ഷെ എന്തല്ല, P8 കണക്റ്റഡ് അല്ല. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒന്നാമത്തെ ചിത്രത്തിൽ പിയിൽ നിന്ന് എയിലേക്കാണ് കംപ്രസർ എയർ പോകുന്നത്. കാരണം അപ്പോൾ ആ എയുടെ നേരക്കായിരിക്കണം ആരോ. ഇവിടെ എയിൽ നിന്നും ആറിലേക്കാണ്, സോ ആറിൻ്റെ നേരക്കായിരിക്കണം ആരോ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ 3/2 വാൾവ് എന്താണെന്ന് മനസ്സിലാക്കി. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഹൈഡ്രോളിക്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഇനി 3/2 ഇതും 3/2 DCV തന്നെയാണ്, പക്ഷെ ഇതൊരു സീറ്റ് ടൈപ്പാണ്. സീറ്റ് ടൈപ്പിൽ നോക്ക്, ഇവിടെ P എന്നുള്ള പോർട്ടുണ്ട്, എ എന്നുള്ള പോർട്ടുണ്ട്, ആർ എന്നുള്ള പോർട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വാൾവ് എലമെൻറ്റ് P എന്നുള്ള പോർട്ടിനെ ക്ലോസ് ചെയ്യാണ്. ആ സമയത്ത് എയും ആറും തമ്മിൽ കണക്റ്റഡ് ആണ്. ഇനി നമ്മൾ പുഷ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം താഴേക്ക് മൂവ് ചെയ്യും. താഴേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ മുകളിലത്തെ ഈ ഒരു വാൾവ് എലമെൻറ്റ് എവിടെ നോക്കും, ആറിനെ ക്ലോസ് ചെയ്യും. ഇവിടെ Pനെ ക്ലോസ് ചെയ്തൊരു ഭാഗം താഴേക്ക് പോകുമ്പോൾ P ഓപ്പൺ ആവും. P ഓപ്പൺ ആയി എ ആയിട്ട് കണക്ട് ചെയ്തു. ആ സമയത്ത് ആറിനെ അത് ക്ലോസ് ചെയ്തു. ഇതും ഒരു 3/2 DCV തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4/2 DCV ആണ്. 4 പോർട്ട് ഉണ്ടാവും, 2 പൊസിഷൻ ഉണ്ടാവും. ഫസ്റ്റ് ഫിഗർ നമ്മൾ സൂചിപ്പിക്കുന്നത് 4 എന്നുള്ള ഫിഗർ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം പോർട്ടിനെയാണ്. 2 എന്നുള്ള ഫിഗർ സൂചിപ്പിക്കുന്നത് അതിൻ്റെ പൊസിഷൻസിനെയാണ്. ഓക്കെ, സോ എന്താണ് പൊസിഷൻ നോക്കാം. ഇവിടെ പ്രത്യേകത, ഇവിടെ ഒരു സ്ലൈഡിങ് സീറ്റ് എന്നുള്ളൊരു ഭാഗമുണ്ട്. സ്ലൈഡിങ് സീറ്റ്, ഈ ഒരു ഭാഗം, ഈ ഒരു ഇതിന് വാൾവ് പ്ലേറ്റ് എന്ന് പറയാം. ഈ വാൾവ് പ്ലേറ്റ് ഈ സ്ലൈഡിങ് സീറ്റിൽ തട്ടുന്ന സമയത്ത് ഇത് താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും, ഇവിടെയും മൂവ് ചെയ്യും. ഓക്കെ, മുകളിലൊരു പുഷ് ബട്ടൺ ഉണ്ട്, അവിടെ ഒരു സ്പ്രിങ് ഉണ്ട്. സ്പ്രിങ് എന്തിനാണെന്ന് മനസ്സിലായി. പുഷ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തന്നെ വരണമെങ്കിൽ
എന്ത് കൊടുക്കണം? ഒരു സ്പ്രിങ് കൊടുക്കണം. ഇനി നോക്ക്, ഈ ഒരു സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു പോർട്ട് പോകുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു പോർട്ട് പോകുന്നുണ്ട്. ഓക്കെ, പോർട്ട് പി, പോർട്ട് എ, പോർട്ട് ബി, പോർട്ട് ആർ. ഈ സമയത്ത് പിയിൽ നിന്ന് എയിലേക്ക് കംപ്രസ്ഡ് എയർ സപ്ലൈ ചെയ്യും അല്ലേ? പിയിൽ നിന്ന് എയിലേക്ക് കംപ്രസ്ഡ് എയർ സപ്ലൈ ചെയ്യും. അതേ സമയത്ത് തന്നെ ബിയിൽ നിന്ന് ആറിലേക്ക് കംപ്രസ്ഡ് എയർ സപ്ലൈ ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ചിലർക്ക് സംശയം ഉണ്ടാവും, ആറിൽ നിന്ന് ബിയിലേക്ക് സപ്ലൈ ചെയ്തുകൂടെ എന്നൊരു സംശയം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ആറിന് നേർക്ക് എക്സോസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. എക്സോസ്റ്റ് എന്ന് എന്താ? പുറന്തള്ള. വാഹനത്തിൻ്റെ പുകക്കുഴൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സൈലൻസർ നമ്മൾ വിളിക്കുന്ന പുകക്കുഴൽ, എക്സോസ്റ്റ്, ആ മാനിഫോൾഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പുകക്കുഴലിലൂടെ നമ്മൾ എന്തെങ്കിലും അകത്തേക്ക് കൊടുക്കുമോ? ഇല്ല, അത് പുറന്തള്ളാനുള്ളത് മാത്രമാണ്. ഇവിടെ ആറെന്നുള്ള പോർട്ട് എക്സോസ്റ്റ് പോർട്ടാണ്. സ്വാഭാവികമായിട്ടും ആറിലൂടെ ഈ ഡി സിയുടെ ഉള്ളിലേക്കൊന്നും കൊടുക്കില്ല, ആറിലൂടെ അത് പുറന്തള്ളേ ചെയ്യുള്ളൂ. അപ്പോൾ ആറിൽ നിന്നും ബിയിലേക്ക് എന്ന് പറയാൻ കഴിയില്ല, ബിയിൽ നിന്നും ആറിലേക്ക് എന്നേ പറയാൻ കഴിയുള്ളൂ. കാരണം ആർ ഒരു എക്സോസ്റ്റ് പോർട്ടാണ്. മനസ്സിലാക്കി വെക്കുക. ഈ സമയത്ത് പിയും എയും കണക്റ്റഡ് ആണ്, ബിയും ആറും കണക്റ്റഡ് ആണ്. പി നോക്കാം, ഈ ഒരു സിമ്പിൾ നോക്കാം. ഈ സമയത്ത് ഒന്നാമത്തെ പൊസിഷനിൽ പിയും എയും കണക്റ്റഡ് ആണ്, ബിയും ആറും കണക്റ്റഡ് ആണ്. ആരോ ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ രണ്ടാമത്തെ സമയത്ത് നമ്മൾ ഈ പുഷ് ബട്ടൺ കൊടുക്കുമ്പോൾ ഈ വാൾവ് പ്ലേറ്റ് സീറ്റിംഗ് സ്ലൈഡിങ് സീറ്റിൽ ഒന്ന് ടച്ച് ചെയ്യും, അത് താഴേക്ക് മൂവ് ചെയ്യും. താഴേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്ലൈഡിങ് സീറ്റും ഈ സ്ലൈഡിങ് സീറ്റ് ഈ പോർട്ടിനെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ സ്ലൈഡിങ് സീറ്റും ഈ പോർട്ടിനെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇത് താഴേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ പോർട്ട് ഓപ്പൺ ആവും. അതായത് പിയും എയും തമ്മിലുള്ള കണക്ഷൻ നഷ്ടപ്പെട്ട് പിയും ഇതുവഴി ബിയിലേക്ക് കണക്ഷൻ പോകും. ഓക്കെ, ഇതുവഴി പി ഇങ്ങനെ പോയിട്ട് ബിയിലേക്ക് കണക്ഷൻ വരും. ഓക്കെ, എ ഇതുവഴി ആറിലേക്കും കണക്ഷൻ വരും, നേരെ ക്രോസ് കണക്ഷൻ വരും. ഓക്കെ, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുകയാണ്. ഈ സ്ലൈഡിങ് സീറ്റിൽ ഒന്ന് തട്ടുമ്പോൾ സ്ലൈഡിങ് സീറ്റ് മൂവ് ചെയ്യും. മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊരു സെൻറ്ററിൽ നിൽക്കുന്ന സമയത്ത് മനസ്സിലാക്കുക, ഈ എയും ആറും തമ്മിൽ കണക്ഷൻ വരും, പിയും ബിയും തമ്മിൽ കണക്ഷൻ വരും. അതാണ് എയും ആറും തമ്മിലും പിന്നെ പിയും ബിയും തമ്മിലുള്ള കണക്ഷൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ 4x2 TCV നമ്മൾ ഹൈഡ്രോളിക്സിലും പഠിച്ചതാണ്. അതേ ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്, പക്ഷേ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിൽ ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് മാത്രം. അപ്പോൾ ഇത്തരം രീതിയിലായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്ലിക്കേഷൻ ഓഫ് എയർ സിലിണ്ടറാണ്, അതേപോലെ DCV ആണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ന്യൂമാറ്റിക്സിൻ്റെ ഒരു സർക്യൂട്ട് നമുക്ക് ഡീൽ ചെയ്യണം. ന്യൂമാറ്റിക്സ് യൂസ് ചെയ്തിട്ട് ന്യൂമാറ്റിക്സിൽ ഇപ്പോൾ DCV ഒക്കെ പഠിക്കുന്നുണ്ട്, ഇതൊക്കെ ഉപയോഗിച്ചൊരു സർക്യൂട്ട് നമ്മൾ വരക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ വരക്കാറുണ്ട്, അതേപോലെ ന്യൂമാറ്റിക്സിലും ഹൈഡ്രോളിക്സിലും സർക്യൂട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം. ഹൈഡ്രോളിക്സിൻ്റെ ചെറിയൊരു സിമ്പിൾ സർക്യൂട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ ന്യൂമാറ്റിക്സിൻ്റെ ഇപ്പോൾ നിങ്ങൾ ലെയ്ത്ത് ചെയ്ത ആൾക്കാരാണ്, അതിൽ ചക്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ന്യൂമാറ്റിക് ചക്കിനെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കുക എന്നല്ല, ഒരു സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് ആ ന്യൂമാറ്റിക് ചക്ക് എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ അത് വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിലും അതിൻ്റെ കോൺസെപ്റ്റ് കൃത്യമായി ക്ലിയർ ചെയ്ത് പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. ഒരു എൻജിനീയറിംഗ് ആണ്, നിങ്ങൾ വെറും എക്സാം എഴുതി പാസ്സാവുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോവാതെ ഇത്തരം ടെക്നോളജീസ് അത് മനസ്സിലാക്കി ഏതൊക്കെ രൂപത്തിലാണ് നമ്മുടെ എൻജിനീയറിംഗ് ഫീൽഡിൽ അത് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡിലാണ് ആസ് എൻ എൻജിനീയർ എനിക്കത് ഉപകാരപ്പെടുന്നത്, എവിടെയൊക്കെ ആയിരിക്കണം ഞാനത് ഉപയോഗിക്കേണ്ടത്, ആ രീതിയിൽ ഒരു അപ്ലിക്കേഷൻ മെൻറ്റാലിറ്റിയോടുകൂടി അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ മെൻറ്റാലിറ്റിയോടുകൂടി കാര്യങ്ങൾ ഡീൽ ചെയ്യുക. എക്സാമിന് ഇത് എഴുതുക ജയിക്കുക എന്നതിനേക്കാൾ ഉപരി നിങ്ങളൊരു എൻജിനീയർ ആണെന്നുള്ളൊരു കാര്യം മറന്നു പോകരുത്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ മുന്നോട്ട് പോവുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.